നടനും മക്കൾ നീതിമയ്യം പ്രസിഡന്റുമായ കമൽ ഹാസൻ രാജ്യസഭയിലേക്ക്. DMK സഖ്യത്തിന്റെ പിന്തുണയോടെ തമിഴ്നാട്ടിൽ നിന്നാകും രാജ്യസഭയിലേക്ക് എത്തുക. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിശ്വസ്തനായ മന്ത്രി ശേഖർ ബാബു കമലുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ തന്നെ മുന്നണിക്കൊപ്പം നിന്ന കമൽ ഹാസനെ രാജ്യസഭയിലെത്തിക്കുമെന്ന് DMK സഖ്യം ഉറപ്പു നൽകിയിരുന്നു. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് കമൽ ഹാസൻ വ്യക്തമാക്കിയതും ഇതുകൊണ്ട് തന്നെ. ജൂലൈയിൽ ഒഴിവുവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 4 DMKക്ക് ജയിക്കാനാകും. ഇതോടെയാണ് കമൽ ഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വിശ്വസ്തൻ മന്ത്രി ശേഖർ ബാബു കമൽ ഹാസനുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയായത് രാജ്യസഭാ പ്രവേശനമാണെന്ന് മക്കൾ നീതിമയ്യം ക്യാമ്പും ശരിവെക്കുന്നു. കമൽ ഹാസനെ രാജ്യസഭയിൽ എത്തിക്കും വഴി DMK മറ്റു ചിലതുകൂടി ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കമൽ ഹാസന് രാജ്യസഭയിൽ ഇടം നൽകുന്നത് വഴി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവെന്ന ഖ്യാതി നിലനിർത്താൻ MK സ്റ്റാലിന് കഴിയും. മുന്നണിയുടെ കെട്ടുറപ്പിനപ്പുറം വിജയ് ശക്തനാകുന്ന സാഹചര്യത്തിൽ കമൽ ഹാസൻ ആരാധകരുടെ പിന്തുണ കൂടി ഈ നീക്കം വഴി DMK ലക്ഷ്യമിടുന്നുണ്ട്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപുരത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ.